നമസ്കാരം. വിദ്യാതലത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ എടുത്തപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീകൾക്കുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായി ഒരു കോളേജ് തുടങ്ങിയത് തിരുവനന്തപുരത്താണ്. ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ തിരുവനന്തപുരം എന്ന് നമ്മളിന്ന് വഴുതക്കാടുള്ള സ്ഥാപനമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ്. ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ തിരുവനന്തപുരം വഴുതക്കാട്. അതിൻ്റെ ആദ്യ കാലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 1864 ആണ് തുടക്കമെന്ന് പറയാം. 1864 സർക്കാർ ഗേൾസ് സ്കൂൾ എന്ന് പറഞ്ഞ് അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ഇങ്ങനെയൊരു സ്കൂൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരു സ്കൂൾ തുടങ്ങിയത്. സ്ത്രീകൾക്ക് ആധുനികവും ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക, ലിബറൽ വിദ്യാഭ്യാസം നൽകുക, അതുവഴി സാമൂഹിക ഉന്നമനം ലക്ഷ്യമാക്കുന്ന ഉദ്ദേശത്തോടുകൂടി ആയില്യം തിരുനാൾ മഹാരാജാവാണ് 1864 സർക്കാർ ഗേൾസ് സ്കൂൾ എന്ന രൂപത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത്. അത് 1897 ഒരു സെക്കൻഡ് ഗ്രേഡ് കോളേജായിട്ട് ഉയർന്നു. ദ മഹാരാജാസ് കോളേജ് ഫോർ ഗേൾസ്. അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് നടന്നത്. 1897 ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ഈ സർക്കാർ ഗേൾസ് സ്കൂളിനെ ദ മഹാരാജാസ് കോളേജ് ഫോർ ഗേൾസ് എന്ന് ഒരു സെക്കൻഡ് ഗ്രേഡ് കോളേജായി ഉയർത്തി. അന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിനോടാണ് അഫിലിയേറ്റ് ചെയ്തിരുന്നത്. അന്ന് തിരുവിതാംകൂർ സർവകലാശാലയൊന്നുമില്ല. അന്നുണ്ടായിരുന്നത് മദ്രാസ് സർവകലാശാലയായിരുന്നു. അതിനോട് അഫിലിയേറ്റ് ചെയ്തിരുന്നു. വീണ്ടും 1920 ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് അത് ഉയർന്നു. 1920 ഈ കോളേജിനെ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് ഉയർത്തി. എന്നിട്ട് അതിൻ്റെ പുനർനാമകരണം ചെയ്തു. ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഫോർ ഗേൾസ് എന്ന് അതിനെ പുനർനാമകരണം ചെയ്തു. ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഫോർ ഗേൾസ് എന്നാണ് നാമകരണം ചെയ്തത്. അപ്പോഴും അത് ഗവൺമെൻറ് ഓഫ് മദ്രാസിൻ്റെ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൻ്റെ ആയിട്ടായിരുന്നു അഫിലിയേഷൻ. 1937 യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ സർവകലാശാല വന്നപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറി അത് തിരുവിതാംകൂർ സർവകലാശാലയുമായി അഫിലിയേഷനായി. 1957 അത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിലായിട്ട് വന്നു. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിലായിട്ട് 1957 വന്നു. ഈ ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ തിരുവനന്തപുരം എന്ന് പറയുന്നത് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ 6ാമത്തെ ഏറ്റവും കോളേജാണ്. അതായത് കേരളത്തിൽ തുടങ്ങിയ 6ാമത്തെ കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കോളേജുകളിൽ ഒന്നാണ് ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ. ഇപ്പോൾ 24 ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. 17 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസും 18 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസും ഉണ്ട്. അതിൽ 11 ഡിപ്പാർട്ട്മെൻറ്റുകൾ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് നമുക്ക് ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ തിരുവനന്തപുരം എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓർത്ത് വെക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വഴുതക്കാടാണുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് തുടങ്ങിയതാണ് ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ. ആദ്യത്തെ വനിതാ കോളേജാണ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജാണ്. 1864 സർക്കാർ ഗേൾസ് സ്കൂൾ എന്ന് തുടങ്ങിയതാണ്. ആയില്യം തിരുനാളാണ് തുടങ്ങിയത്. 1997 അത് ശ്രീമൂല തിരുനാൾ അതിനെ ദ മഹാരാജാസ് കോളേജ് ഫോർ ഗേൾസ് ആക്കി. 1920 ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഫോർ ഗേൾസ് ആയിട്ട് ഒരേ ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് ഉയരുകയും ചെയ്തു. ഇത്രയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ.